ഹായ് എവരി വൺ. സോ ആദിൽ ഹിയർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? HTML ആയിരുന്നു അല്ലെ? HTML ട്യൂട്ടോറിയൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്യൂട്ടോറിയൽ വീഡിയോയിലെ നെക്സ്റ്റ് എപ്പിസോഡാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? ഒരു HTML എലമെന്റിനെ നമുക്ക് എങ്ങനെ ഒരു കറക്റ്റ് സെന്ററിൽ കൊണ്ടുവയ്ക്കാം എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ ഡിവ് പ്ലേസ്മെന്റ് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു ഡിവിനെ എങ്ങനെ സെൻട്രലാക്കാം, അതുപോലെ റെസ്പോൺസീവ്നെസ്സിനെ ബാധിക്കാത്ത വിധത്തിൽ ഒരു ഡിവിനെ എങ്ങനെ സെൻട്രലിൽ ചെയ്യാം, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള രീതിയിലെല്ലാം നമ്മളെന്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല വേറൊരു ക്ലാസ് കൂടി വേറൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡിവിന്റെ എന്താ പറയാ നമുക്ക് റെസ്പോൺസീവിനെ ബാധിക്കാത്ത വിധത്തിൽ ഡിവിന്റെ വിഡ്ത്തും ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത്. ഇപ്പോൾ നമ്പർ ഓഫ് ഡിവ് ഒരു 10 ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ സ്ക്രീനിലാണെങ്കിലും ടാബ്ലറ്റിന്റെ സ്ക്രീനിലാണെങ്കിലും ചെറിയ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിലാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ 10 ഡിവ്സും നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റ്ലി കാണാൻ കഴിയണം. അപ്പൊ ആ ഒരു രീതിയിലോട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സ്ക്രീനിന്റെ വിഡ്ത്ത് ചെറുതാവും തോറും എന്ത് ചെയ്യണം, ഡിവിന്റെ സൈസ് ചെറുതായിട്ട് ഈ 10 ഡിവ്സ് നമുക്ക് ബ്രേക്ക് ചെയ്യാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മളുടെ പേജിൽ കാണാൻ പറ്റണം. അപ്പൊ അത്തരത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് വേറെ രീതിയിൽ കൂടി നമുക്ക് എലമെന്റ്സുകളെ അറേഞ്ച് ചെയ്യുന്നത് നോക്കി നോക്കാം, അതും റെസ്പോൺസീവ്നെസ്സിനെ ബാധിക്കാത്ത വിധത്തിൽ തന്നെ. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 4 ഇമേജ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത്തരത്തിലൊരു ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്യണം. മീൻസ് എങ്ങനെ, അല്ലെങ്കിൽ ഒരു HTML പേജ് നമുക്ക് ജനറേറ്റ് ചെയ്യണം. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബോഡി പാർട്ടിലാണല്ലോ ഈ സംഭവങ്ങളെല്ലാം വരുന്നുണ്ടാവുക അല്ലെ? അതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. നമ്മുടെ ബോഡി ടാഗിനുള്ളിലാണ് എൻറ്റയർ എലമെന്റ്സുകളും, നമ്മൾ കൊടുക്കുന്ന എല്ലാ ടാഗ്സുകളും അല്ലെങ്കിൽ എലമെന്റ്സുകളും എന്താവുക, ഡിസ്പ്ലേ ആവുന്നുണ്ടാവാം. അപ്പൊ നമുക്ക് ബോഡി ടാഗ്സിനുള്ളിൽ ബോഡി സെക്ഷൻ നമുക്ക് എന്താകണം, 4 സെപ്പറേറ്റ് സെക്ഷൻസ് ആക്കണം. എങ്ങനെ സെക്ഷൻസ് ആക്കാം? ഇത്തരത്തിൽ എന്താണ്, 4 കളേഴ്സ് അല്ലെ, ഇവിടെ കണ്ടില്ലേ, 4 സെക്ഷൻസ് ആക്കിയിട്ടാണ് ഇപ്പൊ ഇതിന് കൊടുത്തിട്ടുള്ളത് അല്ലെ. 4 സെപ്പറേറ്റ് കളേഴ്സ്. ആ കളേഴ്സിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വൈറ്റ് ഡിവിനെ അല്ലെങ്കിൽ വൈറ്റ് ബോക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് 10 സെൻട്രലായിട്ട് 4 സ്പേസിന്റെ 4 സെക്ഷന്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വൈറ്റ് ബോക്സ് ഏറ്റവും സെൻട്രലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലേ. അപ്പൊ ഇത് ചെയ്യുന്നതിന് മുന്നേ, നമ്മൾ കോഡിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ ഈ ഒരു സംഭവത്തിന് നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതിന്റെ ഒരു കറക്റ്റ് ഒരു പ്ലാൻ നമുക്ക് വേണം. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, വേറെ എവിടെയും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ സ്റ്റക്കോ ആവാൻ ചാൻസ് ഇല്ല. നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ്ലി ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, കോഡ് എഴുതി തുടങ്ങാം. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് ഒരു വലിയൊരു പ്രോബ്ലം ആണെന്ന് കരുതുക. ഇപ്പൊ വലിയൊരു വെബ്സൈറ്റ് ആണെങ്കിൽ പോലും അതിനെന്ത് ചെയ്യണം, നമ്മൾ ഡിവൈഡ് ചെയ്ത് ഏറ്റവും ചെറിയ പോർഷൻ ആക്കാൻ പറ്റുമോ അത്രയും ചെറിയ പോർഷൻസ് ആക്കിയിട്ട് ആ ഒരു ചെറിയൊരു പോർഷൻ ക്രിയേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് അതിന്റെ വലിയ പ്രോബ്ലത്തിലോട്ട്, അല്ലെങ്കിൽ ചെറിയ പ്രോബ്ലംസ് ആക്കിയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു വലിയ പ്രോജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. അത്തരത്തിൽ നമുക്ക് ഈ ഒരു സംഭവം 4 ബോക്സസ് ആണ്, മെയിൻലി 4 ബോക്സസ്. ആ 4 ബോക്സസിനുള്ളിൽ ചെറിയ ഓരോ ബോക്സിലും എന്താണ്, ചെറിയ ഒരു വൈറ്റ് ബോക്സസ് സെൻട്രലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ആദ്യം കാണുമ്പം എങ്ങനെ ഇത് ചെയ്യാന്നുള്ള ഒരു കൺഫ്യൂഷൻസ് ഒക്കെ വരാം. പക്ഷേ എങ്ങനെ ഇത് ചെയ്യാന്നുള്ളത് നമ്മൾ എന്താണ്, ഈ വലിയൊരു സംഭവം കാണുമ്പോൾ, വലിയൊരു പേജിൽ ഇതിനെങ്ങനെ അവിടെ കൊണ്ടുവന്ന് വെക്കുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഓവറോൾ ഐഡിയ കിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇതിന്റെ ഒരു ലേഔട്ട് നമ്മളൊന്ന് എന്ത് ചെയ്യണം, മൈൻഡ് മാപ്പ് ചെയ്യണം. നമ്മൾ മാപ്പ് ചെയ്യാം, എങ്ങനെ മൈൻഡിൽ ജസ്റ്റ് ഒന്ന് കാണുക അത് എങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ അതാണ് ആദ്യം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പൊ ആ പ്ലാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് നോക്കാം. ഫസ്റ്റ്ലി നമ്മൾ ഇത്രയും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ഇതൊക്കെ ചെയ്യാട്ടോ. പുതുതായിട്ടൊന്നും ഇതിന്റെ ആവശ്യമില്ല. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം.
അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കാം. അത് ഞാൻ ആദ്യം ഒന്ന് അതിന്റെ പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഫസ്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു സെക്ഷൻ എന്നുള്ളത് നോക്കി നോക്കാം, അല്ലെങ്കിൽ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കാം. നമുക്ക് ടോട്ടലി ബോഡി പാർട്ടിന് എന്താക്കിയാണ് 4 പാർട്സ് ആക്കിയിട്ടുണ്ട്. എന്താണ്, ബോഡി എലമെന്റിന് അല്ലെങ്കിൽ ബോഡി പാർട്ടിന് 4 പാർട്സ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ. ആ 4 പാർട്സിനുള്ളിലും ഓരോരോ ബോക്സസ് പ്ലേസ് ചെയ്തിട്ടല്ല. അപ്പൊ ഇത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിന് ആദ്യം നമ്മൾ ഇതിന് എന്ത് ചെയ്യണം, ഓരോ റോസ് ആയിട്ട് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. എന്താണ്, റോസും കോളംസ് ഒക്കെ അറിയില്ലേ? അതിലെ റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഹൊറിസോണ്ടൽ ആയിട്ട് ലൈനപ്പ് ചെയ്തിട്ടുള്ള എലമെന്റ്സുകൾ നമുക്ക് ഒരു സിംഗിൾ റോ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ അത്തരത്തില് നമുക്ക് ഇതിൽ നോക്കിയിട്ടുണ്ടെന്ന് കാണാം, മെയിൻലി 2 റോസ് ആണുള്ളത് അല്ലെ. മെയിൻലി 2 റോസ്. ഒന്ന് എന്താണ്, ഫസ്റ്റത്തെ നടുക്കലുള്ള ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു റോയും, രണ്ടാമത്തത് ലൈറ്റ് ഗ്രീൻ വരുന്ന റോയും. അങ്ങനെ ഗ്രീൻ ആൻഡ് റെഡ് വരുന്ന റോയും, പിന്നെ മറ്റേത് രണ്ടും ഒരു ഐ തിങ്ക് പീക്കോ കളർ പോലെ എന്തോ ഒരു കളറാണ് അല്ലെ, ഒരു പേസ്റ്റൽ കളേഴ്സാ. മറ്റേ രണ്ടും മേലുള്ളത് രണ്ടും എന്താണ്, പേസ്റ്റൽ കളേഴ്സാ. അപ്പൊ ഫസ്റ്റ് റോ, മുകളിലുള്ളത് ഫസ്റ്റ് റോയും രണ്ടാമതുള്ളത് സെക്കൻഡ് റോയും. അപ്പൊ 2 റോസ് ആയിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാം. അപ്പം ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റിൽ എന്ത് ചെയ്യുക, ഈ ഡിസൈൻസിന് അല്ലെങ്കിൽ ലേഔട്ട്സിന് എന്ത് ചെയ്യുക, ഒരു റോസ് ആയിട്ട് പരിഗണിക്കാം. ഈ ഒരു റോസ് നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്തിട്ട് കോളംസ് ആക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ ഈ പേസ്റ്റൽ കളേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്ന ആ ഒരു പോർഷൻസ് ആണ് നമുക്ക് ഒരു റോ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു റോയില് എത്ര കോളംസ് ഉണ്ട്, നമുക്ക് രണ്ട് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് അല്ലെങ്കിൽ 2 കോളംസ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ ബോഡി സെക്ഷനെ എന്ത് ചെയ്തു, 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 ആയിട്ട് ഡിവൈഡ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, റോ വൈസിൽ ഇതിനെ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് എന്ത് ചെയ്യുക, ഫസ്റ്റ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഈ പേസ്റ്റൽ കളേഴ്സ് വരുന്നതാണ് അല്ലെ. പേസ്റ്റൽ കളേഴ്സ് വരുന്ന ഈ 2 എലമെന്റ്സുകൾ നമുക്ക് എന്താണ്, ഒരു സിംഗിൾ റോ ആണ് അല്ലെ. അപ്പൊ അതുപോലെ അതിന്റെ താഴെ വരുന്ന സെക്കൻഡ് റോസിലാണ് റെഡും ഗ്രീനും വരുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നമുക്ക് 2 റോസ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. ഒരു റോയില്, ഫസ്റ്റ് ഉള്ള റോയില് ഓരോ റോസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റത്തെ റോ ആണെങ്കിലും സെക്കൻഡ് റോ ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ റോസിനെ 2 സെപ്പറേറ്റ് കോളംസ് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കാം. അപ്പൊ അത് എങ്ങനെയെന്ന് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ബോഡി പാർട്ടിന് ആദ്യം എന്ത് ചെയ്യാം, 2 റോസ് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ 2 റോസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ 2 റോസ് എന്ന് പറയുമ്പോൾ 2 സെക്ഷൻസ് ആക്കണം അല്ലെ. ബോഡി പാർട്ടിന് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 2 സെക്ഷൻസ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് സെക്ഷന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 സബ് സെക്ഷൻ ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. നോക്കി നോക്കാം അല്ലെ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരു HTML ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണം. ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു, എനിക്ക് ഒരു ബോഡി പാർട്ടിനെ എത്ര സെക്ഷൻസ് ആക്കണം എന്ന് പറഞ്ഞു. ഒരു ബോഡി പാർട്ടിനെ 2 സെക്ഷൻസ് അല്ലെങ്കിൽ 2 റോസ് ആണ്, മെയിൻലി 2 റോസും. ആ റോസിനെയാണ് പിന്നെ നമ്മൾ കോളംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പം എപ്പോഴും റോ വൈസിൽ എന്ത് ചെയ്യാൻ, നമുക്ക് ഈ ഒരു സംഭവം ഒരു ബോഡി പാർട്ടിനെ നമ്മൾ അല്ലെങ്കിൽ ഒരു എലമെന്റിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റോ വൈസിൽ കൺസിഡർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇതിനെ ഒരു 2 റോസ് ബോഡി പാർട്ടിനെ അല്ലെങ്കിൽ ബോഡി എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്തു, 2 റോസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോഡിന്റെ ഉള്ളിൽ എത്ര എലമെന്റ്സ് വേണമെന്നാണ് മനസ്സിലായത്. ബോഡിന്റെ ഉള്ളിൽ 2 എലമെന്റ്സുകൾ. ആ 2 എലമെന്റ്സുകൾ എന്താ, 2 ഡിവ്സ് ആക്കിയിട്ട് അല്ലെ. ഡിവിന് ഒരു വിഡ്ത്തും ഹൈറ്റും കൊടുത്താൽ പോരെ. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ 2 സെക്ഷൻസ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ബോഡി ടാഗിന് 2 സെക്ഷൻസ് ആക്കാൻ വേണ്ടിയിട്ട് 2 ഡിവ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, 2 ഡിവ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ 2 ഡിവ്സിൽ എങ്ങനെയാണ് അതിന്റെ ഹൈറ്റും വിഡ്ത്തും അതിന്റെ സ്റ്റൈൽ പ്രോപ്പർട്ടീസ് ഒക്കെ എങ്ങനെയാണ് നോക്കല്ലേ. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി സ്റ്റൈൽസ് കൊടുക്കണ്ടേ. സ്റ്റൈൽസ് കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് ആ ഡിവും കാര്യങ്ങളും ഇവിടെ കാണുള്ളൂ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്യുന്നുണ്ട്. റൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുമില്ല, ജസ്റ്റ് എന്താണ് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ടൊക്കെ എടുക്കുന്നത് അല്ലേ. ബോഡി ടാഗിൽ നമ്മൾ വേറെ എന്താണ്, നമ്മൾ ഡിവ് എലമെന്റ്സ് കാണണമെന്നുണ്ടെങ്കിൽ ഡിവ് എലമെന്റ്സിന് എന്ത് ചെയ്യണം, ഒരു വിഡ്ത്ത് ഹൈറ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഒക്കെ കൊടുക്കണം. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ,
അതിനെ ഷോ ചെയ്യിപ്പിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതൊന്ന് വ്യൂ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റൈൽ എഴുതുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഒരു ക്ലാസ് എഴുതുന്നുണ്ട്. ഓക്കെ, ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റത്തെ ഇതെന്താണ്, നമുക്ക് 2 റോസ് ആണ്. ഇതൊരു റോ ആണ്, ഇത് രണ്ടാമത്തെ റോ ആണ്. അപ്പൊ ബോഡി പാർട്ടിനെ നമ്മൾ എന്താക്കി, ബോഡി പാർട്ടിനെ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സെക്ഷൻസ് ആക്കി, അല്ലെങ്കിൽ 2 റോസ് ആക്കിയിട്ട് ചെയ്തു. അതിൽ ഇത് എന്ന് പറയുന്നത് എന്താണ്, ഇത് ഫസ്റ്റ് റോ ആണ് അല്ലെ, ഫസ്റ്റത്തെ റോ ആണ്. അപ്പൊ ഫസ്റ്റ് റോ 1 എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, അതിന് ക്ലാസ് കൊടുത്തു. ഓക്കെ, റോ 1. അപ്പൊ നമ്മൾ സ്റ്റൈൽ ഒന്ന് ഡിഫൈൻ ചെയ്യല്ലേ, റോ 1 എന്ന് കൊടുത്താൽ മാത്രം ഇത് ആ സ്റ്റൈൽ നമുക്ക് ഡിഫൈൻ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ക്ലാസ് ഡിഫൈൻ ചെയ്യണ്ടേ. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, റോ 1 ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. വിഡ്ത്ത് ഡിഫൈൻ ചെയ്യാണ്. വിഡ്ത്ത് എത്ര കൊടുക്കണം, ഇമേജ് ഒന്ന് നോക്കിയാൽ അറിയാം. ഇതിന് എത്ര നമുക്ക് വിഡ്ത്ത് കൊടുക്കണം, റോസിനുള്ളിൽ, അതായത് ഇപ്പോൾ നമ്മളൊരു റോ ആണ്, ഫസ്റ്റ് റോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ആ റോക്ക് എത്ര വിഡ്ത്ത് വേണം, ഒരു ഫസ്റ്റ് റോ എത്ര വിഡ്ത്ത് എടുക്കുന്നുണ്ട്, 100%, അല്ലെങ്കിൽ നമ്മളെ വ്യൂ വിഡ്ത്ത് എത്രയാണോ, നമ്മളെ സ്ക്രീനിന്റെ സൈസ് എത്രയാണോ അത്രയും വിഡ്ത്ത് ഫുള്ളി ഒരു റോ കംപ്ലീറ്റ്ലി എടുക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് പ്രോപ്പർട്ടീസ് കൊടുക്കാം, 100 VW, അതായത് വ്യൂ വിഡ്ത്ത് എന്നുള്ള രീതിയിൽ കൊടുക്കാം. പിന്നെ ഹൈറ്റ് ആണെങ്കിലോ, ഹൈറ്റ് ആണെങ്കിൽ എത്ര കൊടുക്കുന്നുണ്ട്, ഹൈറ്റ് ഈ ഒരു സിംഗിൾ റോ നമുക്ക് ഇതിന്റെ സ്ക്രീൻ സൈസിന്റെ എത്ര ഹൈറ്റ് എടുക്കുന്നത്, ഫുൾ ഹൈറ്റ് എടുക്കുന്നുണ്ടോ, ആക്ച്വലി ഇല്ലല്ലോ. ഒരു സിംഗിൾ റോ എത്ര എടുക്കുന്നുള്ളൂ, ഹൈറ്റിന്റെ ഹാഫ് പോർഷൻ മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഹാഫ് പോർഷൻ മാത്രമേ ഇതിന്റെ ഒരു സിംഗിൾ റോന്റെ ഹൈറ്റ് വരുന്നുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കൊടുത്താൽ മതി, ഹൈറ്റ് എങ്ങനെ കൊടുക്കാം, 50 VH കൊടുക്കാം. ഓക്കെ, 50 VH കൊടുത്തിട്ടുണ്ടെങ്കിൽ 100 VH ആകുമ്പോൾ എന്ത് ചെയ്യും, ഫുൾ ഹൈറ്റ്, നമ്മളെ സ്ക്രീനിന്റെ ഹൈറ്റ് എത്രയാണോ സൈസ് വരുന്നത് അത് ഫുള്ളായിട്ട് എടുക്കും. ഏത് 100 VH പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണ്, 50 VH ആണ്. അപ്പൊ എന്ത് ചെയ്യുള്ളൂ, ഫുള്ളായിട്ട് എടുക്കൂല, അതിന്റെ നേർ പകുതി എന്തെടുക്കുള്ളൂ, ഹൈറ്റ് എടുക്കുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്ത് നോക്കാം. അപ്പൊ അതിന് അല്ലെ എന്ത് ചെയ്തൊരു ബ്ലൂ വയലറ്റ് കൊടുത്തു. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ നോക്കി നോക്കാം, ഒരു മാറ്റം കാണില്ല അല്ലെ. അതെന്തുകൊണ്ടായിരിക്കും, അപ്പോ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ എന്ത് ചെയ്തില്ല, CSSന്റെ പേജിൽ എക്സ്റ്റേണൽ ആക്കിയിട്ടല്ലേ കൊടുത്തിട്ടുള്ളത്, നമ്മൾ എന്ത് ചെയ്തില്ല, ലിങ്ക് ചെയ്യേണ്ട HTML ഡോക്യുമെന്റിലോട്ട് വേണ്ടേ. അപ്പൊ നമ്മൾ ചെയ്തു, ലിങ്ക് ചെയ്തു. ഇനി ഒന്ന് നോക്കാം, കണ്ടോ, ഫസ്റ്റ് റോ നമുക്ക് എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കണ്ടോ ഒരു വൈറ്റ് സ്പേസ് ഇവിടെ ഇങ്ങനെ എടുക്കുന്നുണ്ടോ, സൈഡിലൊക്കെ ഈ കോർണറിലൊക്കെ ഒരു വൈറ്റ് സ്പേസ്, ലെഫ്റ്റിലും ടോപ്പിലും ഒക്കെ ഒരു വൈറ്റ് സ്പേസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഇങ്ങോട്ട് റൈറ്റിലേക്ക് ഒരു എന്താണ് സ്ക്രോളിങ് വരുന്നത്. നമുക്ക് ആ സ്പേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മാർജിൻ 0 കൊടുക്കാം. മാർജിൻ 0 എവിടെ കൊടുക്കണം എന്നറിയാം, നമുക്ക് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ചില സമയത്ത് എന്ത് ചെയ്യും, പലയിടത്തും മാർജിൻസ് എടുക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബൈ ഡീഫോൾട്ട്ലി, അതായത് ബൈ ഡീഫോൾട്ട് നമ്മൾ CSS അല്ലെങ്കിൽ ഒരു HTML എലമെന്റിന് ഒരു ബൈ ഡീഫോൾട്ട് ഒരു സ്പെസിഫിക് മാർജിൻ എടുക്കും, പ്രിസൈസ് മാർജിൻ എടുക്കും. ആ മാർജിൻസ് നമ്മൾ മേ ബി വലിയ വലിയ പ്രൊജക്റ്റിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് മേ ബി എവിടെയാണ് ഇത് സ്പേസ് എടുക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ലേഔട്ട്സ് ക്ലിയർ ആവാത്തതിനെ കൊണ്ട് നമുക്ക് ഒരു കൺഫ്യൂഷൻസ് വരും. അത് ക്ലിയർ ചെയ്യാൻ എവിടെയാണ് സ്പേസ് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യാം. അപ്പൊ ആ അനാവശ്യമായിട്ടുള്ള ഈ സ്പേസസ് നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക്കലി സ്പേസസ് എടുക്കുന്നത് നമുക്ക് മാക്സിമം എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർജിൻ 0 കൊടുക്കണം. മാർജിൻ 0 ഈ സ്റ്റാർ ഇട്ടിട്ട് കൊടുത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് യൂണിവേഴ്സൽ സെലക്ടർ. നമ്മൾ CSSലെ സെലക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് യൂണിവേഴ്സൽ സെലക്ടർ. യൂണിവേഴ്സൽ സെലക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ HTML എലമെന്റ്സിനും, നമ്മൾ HTML ഡോക്യുമെന്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ HTML എലമെന്റിനും ഒരു സ്റ്റൈൽ ബാധകമാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുത്താൽ മതി, യൂണിവേഴ്സൽ സെലക്ടറിൽ കൊടുത്താൽ മതി. അതാണ് ഈ സ്റ്റാർ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റൈൽ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എല്ലാ എലമെന്റ്സിനും മാർജിൻ എന്താക്കണം, 0 എന്നാക്കണം. ആക്കിയാലോ, ആക്കി നോക്കാം. 0 ആക്കി കൊടുത്തു. എന്നിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ, കണ്ടോ, ആ സ്ക്രോളിങ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്ക്രോളിങ് എന്തായി പോയി, ഇവിടുത്തെ ലെഫ്റ്റിലും ടോപ്പിലുള്ള മാർജിൻസ് എന്ത് ചെയ്തു, എടുത്ത് കളഞ്ഞു ചെയ്തു. വന്നില്ലേ, ഇപ്പൊ കറക്റ്റ് ആയില്ലേ. അപ്പോൾ അത്തരത്തിൽ നമുക്കത് നമ്മൾ മാർജിൻ നമ്മൾ ഒഴിവാക്കി. ഇനി എന്ത് ചെയ്യണം, റോ 1 നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ റോ 2 ഒരു ക്ലാസ് കൂടി ക്രിയേറ്റ് ചെയ്യണ്ടേ.
റോ 2 കൊടുത്തു. ഓക്കെ, റോ 2 കൊടുത്തു. ഇവിടെ അടുത്ത റോ 2 കൊടുത്തു. വിടുത്ത് എത്രയാ? സെയിം സംഭവം തന്നെ കൊടുക്കണം. കാരണം എന്താ, സ്ക്രീനിന്റെ വിടുത്ത് എത്രയാണോ അത്രയും വിടുത്തിന് എന്ത് ചെയ്യണം, സെക്കൻഡ് റോക്കും കിട്ടണം അല്ലെ. ഹൈറ്റ് ആണെന്നുണ്ടെങ്കിലോ സെയിം രീതിയിൽ തന്നെ 50 VH എന്നുള്ള രീതിയിൽ കൊടുക്കണം. കാരണം എന്താ, പകുതി ഹൈറ്റ് അല്ലേ എടുക്കുന്നുള്ളൂ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ നല്ലൊരു കളർ കൂടി നമുക്ക് കൊടുക്കാം. കണ്ടോ, രണ്ട് റോസ് ആയിട്ട് പോകുന്നു. നമുക്കിപ്പോ ഇത് ബോഡി പാർട്ട് നമ്മൾ ഇത് മെയിൻലി 2 റോസ് ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്തു, 2 റോസ് ആക്കിയിട്ട് 2 പോർഷൻസ് ആക്കിയിട്ട് അതിനെ ഡിവൈഡ് ആക്കി. ഇനി എന്ത് ചെയ്യണം, ഈ റോസ് നമുക്ക് എന്ത് ചെയ്യണം, കോളംസ് ആക്കണം. റോസിനെ കോളംസ് ആക്കണം മീൻസ് അതായത് 2 കോളം, ഈ റോസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 കോളംസ് ആക്കണം. റോസിനുള്ളിൽ ഓരോ റോസിലും 2 കോളംസ് വരുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ലേഔട്ട് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് റോ ഒന്ന് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് റോ കൺസിഡർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റത്തെ ഡിവ് ആണല്ലോ, ആ ഡിവിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, 2 ഡിവും കൂടെ അല്ലെങ്കിൽ 2 പോർഷൻസ് 2 സെക്ഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 2 ഡിവ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, 2 ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കി നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇപ്പൊ റോ 1 ഫസ്റ്റ് റോയും ക്രിയേറ്റ് ചെയ്ത് സെക്കൻഡ് റോയും ക്രിയേറ്റ് ചെയ്തു. റോ 1ൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഈക്വൽ പാർട്സ് ആക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, 2 ഡിവ്സ് വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുള്ളിൽ എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ് കോളം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. കോളം 1, ഇതിനാണെങ്കിലോ ക്ലാസ് കോളം 2, അങ്ങനെ 2 കോളംസ് ആക്കി കൊടുക്കല്ലേ നമ്മള് അല്ലെ, 2 കോളംസ് ആക്കി കൊടുക്കും. ഇനി ക്ലാസ്സസ് നമുക്ക് എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. കോളം 1 ഡിഫൈൻ ചെയ്തു. അതിൽ എന്തായാലും വിടുത്ത് കൊടുക്കാം. വിടുത്ത് എത്രയാ, വിടുത്ത് എത്ര കൊടുക്കണം, ഇതാണ് ഫുൾ വിടുത്ത് എന്ന് പറഞ്ഞത്, അതിന്റെ പകുതിയാണ് കൊടുക്കേണ്ടത്. അപ്പൊ എത്ര കൊടുക്കണം, 100 VW ആയിരുന്നു നമ്മൾ റോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു റോന്റെ പകുതി ശതമാനം അല്ലെങ്കിൽ പകുതി എന്നുള്ള രീതിയിൽ കൊടുത്താൽ മതി അല്ലെ, 50% കൊടുത്താൽ മതി. നമുക്ക് എന്ത് ചെയ്താൽ മതി, 50%. എന്തുകൊണ്ട് ഞാൻ 50% ആക്കി കൊടുക്കണം, പെർസെന്റേജ് ആക്കി കൊടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്പോൺസിവ്നെസ്സിനെ ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു ഫിക്സഡ് വിഡ്ത്ത് അല്ലെങ്കിൽ ഒരു പിക്സൽ സൈസിൽ ഒരു വിഡ്ത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, നമുക്ക് റെസ്പോൺസീവ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല. റെസ്പോൺസീവ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, ലേഔട്ട്സ് ബ്രേക്ക് ചെയ്ത് പോകും. അപ്പൊ പെർസെന്റേജിലാവുമ്പോൾ അത്തരം ഇഷ്യൂസ് ഒന്നും വരില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ്ലി നമ്മൾ എത്രയാണോ സ്ക്രീനിന്റെ സൈസ് അല്ലെങ്കിൽ എത്രയാണോ ബോഡിന്റെ സൈസ്, എത്രയാണോ അതിന്റെ പാരന്റിന്റെ സൈസ്, റോന്റെ സൈസ് എത്രയാണോ, വിഡ്ത്ത് എത്രയാണോ, അതിന്റെ 50% ആയിരിക്കും എന്തെടുക്കുക, ഓരോ കോളംസ് എടുക്കുക. അല്ലെങ്കിൽ കോളം 1 എന്ന് പറഞ്ഞത് എടുക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഹൈറ്റും കൊടുക്കാം. ഹൈറ്റ് എത്ര വേണം, ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, 50% എടുക്കാം. അതിന്റെ തൊട്ട് പാരന്റിന്റെ റിലേറ്റീവ്ലി ആണ് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്പേസസ് ഈ വിഡ്ത്തും ഹൈറ്റും കൊടുക്കാം. അതായത് കോളം 1 ഇപ്പൊ റോ 1നുള്ളിലാണ് എന്നുള്ളത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ റോ 1നുള്ളിലുള്ള റോ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡിവിന്റെ ഇതാണ് എന്ത്, കോളം 1ന്റെ പാരന്റ് എലമെന്റ്. അപ്പൊ പാരന്റ് എലമെന്റിന് റിലേറ്റീവ്ലി ആയിരിക്കും കോളം 1ന്റെ സ്പേസസ് എടുക്കുക അല്ലെങ്കിൽ വിഡ്ത്തും ഹൈറ്റും എടുക്കുക. കാരണം എന്താ, 50% എന്ന് പറയുമ്പോൾ ഇതിന്റെ റോ 1ന്റെ പ്രോപ്പർട്ടീസ് എന്താണോ അല്ലെങ്കിൽ ഇതിന്റെ പാരന്റിന്റെ പ്രോപ്പർട്ടീസ് എന്താണോ അതിന്റെ വിഡ്ത്ത് എത്രയാണോ 100% ആണെങ്കിൽ അതിന്റെ 50% ആണ് എന്ത് ചെയ്യുക, കോളം 1 എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിനെ എടുക്കാം. അതായത് ഒരു 100 പിക്സല് എന്തെടുക്കും, 100 പിക്സൽ പാരന്റ് എലമെന്റിന്റെ സൈസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിഡ്ത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കോളം 1ന്റെ കേസിൽ എന്തെടുക്കും, ജസ്റ്റ് ഒരു 50 പിക്സൽ മാത്രമേ എന്തെടുക്കുള്ളൂ, കോളം 1ന്റെ വിഡ്ത്ത് എടുക്കുള്ളൂ. മനസ്സിലായോ? അതേപോലെ തന്നെയാണ് ഹൈറ്റും വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണ്ടേ, ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു, കോളം 1 കൊടുത്തു അല്ലേ, കേട്ടോ, കോളം 1 കൊടുത്തു. ഹൈറ്റ് എത്രയാ, ഹൈറ്റ് നമുക്ക് എത്ര വേണ്ടത്, 50 കൊടുത്താൽ മതിയോ,
100 കൊടുക്കണം. കാരണം എന്താ, ആ റോസ് ഫുള്ളി നമുക്ക് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് കളർ ആക്കണം. ഈ കളർ ആക്കണം. ഇപ്പോഴല്ലേ ഇത് രണ്ട് ബോക്സ് ആയി മാറിയത് അല്ലേ? അപ്പൊ എന്ത് ചെയ്തു, ഹൈറ്റ് നമ്മൾ ഫുള്ളായിട്ട് കൊടുത്തു. ഫുള്ളായിട്ട് കൊടുത്തു മീൻസ് അതിന്റെ പേരന്റ് എലമെന്റിന്റെ ഹൈറ്റ് എത്രയാണോ ആ ഫുൾ ഹൈറ്റ് എടുത്തിട്ട് ചൈൽഡ് എലമെന്റിന് കൊടുത്തു, അല്ലെങ്കിൽ കോളത്തിന് കൊടുത്തു. ഇതിനും അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഒരു സ്റ്റൈൽ ഡിഫൈൻ ചെയ്യണ്ടേ. നമുക്ക് കോളം 2 കൂടി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, കോളം 2 കോളം 2 എന്ത് ചെയ്യാം, ഒരു വിഡ്ത്ത് കൊടുക്കാം. വിഡ്ത്ത് എത്ര പെർസെൻറ്റേജ് വേണ്ട, 50%. ഹൈറ്റ് ആണെങ്കിൽ 100%. സെയിം പ്രോപ്പർട്ടീസ് ആൻഡ് ക്ലാസ്സസ് തന്നെ നമുക്ക് കൊടുത്താൽ മതി. കളേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് ചെയ്യാൻ മാറ്റി കൊടുക്കാം. ബ്ലാക്ക് കൊടുക്കാം. ഇപ്പൊ എന്തായി, സാധനം എന്തെങ്കിലും വന്നോ? ഇപ്പൊ എന്തുകൊണ്ട് നമുക്ക് എലമെന്റ് കാണുന്നില്ല, നോക്കി നോക്കാം. കാണാത്ത വേറെ ഒന്നും കൊണ്ടല്ല, അത് ഈ എലമെന്റിന്റെ താഴെ പോയിട്ടേ ഇല്ല. നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ പേരന്റിലെ ഫസ്റ്റ് റോ അല്ലേ, റോ ഫസ്റ്റിന് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ഫ്ലക്സ് വിളിച്ചു നോക്കാം. കണ്ടോ, ഡിസ്പ്ലേ ഫ്ലക്സ് വിളിച്ചപ്പോൾ സാധാരണ ഡിവ് എലമെന്റ്സ് എങ്ങനെയാണ് ഡിസ്പ്ലേ ആവുക, ഒരു ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ബ്ലോക്ക് എലമെന്റ്സ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഫുൾ വിഡ്ത്ത് എടുത്തിട്ടാണ് ഷോ ചെയ്യുന്നുണ്ടാവുക. നമ്മൾ 50% വിഡ്ത്ത് കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഡിവ് എലമെന്റ് ബ്ലോക്ക് ഡിവ് ടാഗ് അല്ലെങ്കിൽ ഡിവ് എലമെന്റ്സ് ബ്ലോക്ക് എലമെന്റ് ആയതിനെ കൊണ്ട് തന്നെ എന്ത് ചെയ്യും, നെക്സ്റ്റ് ലൈനിലോട്ട് അല്ലെങ്കിൽ ഒരു ലൈൻ ബ്രേക്കോട് കൂടിയിട്ട് നെക്സ്റ്റ് ലൈനിൽ ചാടിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇത് വ്യൂ ആവുന്നുണ്ടാവുക അല്ലേ? അപ്പൊ ഇത്തരത്തിൽ വ്യൂ ആയിട്ടുള്ള സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ലേഔട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി കൊടുക്കണം. അതിനെന്ത് ചെയ്യണം, റോ വൈസിലാക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്പ്ലേ ഫ്ലക്സ് വിളിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത പ്രോപ്പർട്ടീസ് തന്നെയാണ്, കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഓക്കെ, ഡിസ്പ്ലേ ഫ്ലക്സ് വിളിച്ചു. ഡിസ്പ്ലേ ഫ്ലക്സ് വിളിച്ചപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ താഴെ വന്ന് കിടക്കേണ്ട സാധനം എവിടേക്ക് ചാടി, മുകളിലോട്ട് തന്നെ ചാടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഫസ്റ്റ് റോ നമ്മൾ എന്ത് ചെയ്തു, 2 സെക്ഷൻസ് ആക്കി മാറ്റി അല്ലെ, 2 കോളംസ് ആക്കി മാറ്റി. ഇനി നമുക്ക് സെക്കൻഡ് റോയിലും അതുപോലെ ചെയ്യണ്ടേ, അതിന് നമുക്ക് 2 ഡിവ്സ് ഇതിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യണ്ടേ. ഓക്കെ, ക്ലാസ് കോളം 3 കൊടുക്കാം. ക്ലാസ് കോളം 4 കൊടുക്കും. കോളം 4 കൊടുക്കും. അപ്പോൾ കോളം 4ഉം കോളം 3 അല്ലേ, അതുകൂടി നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റൈൽ കൊടുക്കണം. ഞാൻ ഈ സ്റ്റൈൽ ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. വിഡ്ത്ത് സെയിം കേസ് തന്നെ കൊടുക്കാം. നമുക്ക് എന്താ കളർ എന്ത് മാറ്റി കൊടുക്കാം, കളറ് ഇത് കൊടുത്തു വന്ന് കാഡറ്റ് ഫ്ലോ. ഓക്കെ, കണ്ടോ ഇപ്പൊ എന്താ സംഭവിച്ചു, ഇപ്പൊ 4 വന്നു. പക്ഷെ ഈ ഒരു കാഡറ്റ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ കോളം 4 നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, കാഡറ്റ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണല്ലോ കൊടുത്തിട്ടുള്ളത്. അത് താഴോട്ടല്ല വന്നിട്ടുള്ളത്. ഇവിടെ താഴോട്ട് വരാൻ കാരണം സെയിം കേസ് തന്നെ, നമ്മൾ ഫസ്റ്റ് റോന്റെ കേസിൽ പറഞ്ഞത് തന്നെ ഡിവ് എലമെന്റ്സ് അതിനെ കൊണ്ട് അത് എന്ത് ചെയ്യും, ഒരു ലൈൻ ബ്രേക്കോട് കൂടിയിട്ടായിരിക്കും താഴോട്ട് വരിക. കാരണം എന്താണ്, അത് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ബ്ലോക്ക് എലമെന്റ് ആയതിനെ കൊണ്ട് നമുക്ക് അതിന് എന്ത് ചെയ്യണം, അതിന്റെ പേരന്റിന് റോ 2ക്ക് എന്ത് വിളിച്ചാൽ മതി, ഡിസ്പ്ലേ ഫ്ലക്സ് വിളിച്ചപ്പോൾ അതെന്തായി, സെക്കൻഡ് റോനെ നമുക്ക് എന്ത് ചെയ്തു, 2 സെപ്പറേറ്റ് കോളംസ് ആക്കി മാറ്റിയില്ലേ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ബോഡി എലമെന്റ്സിന് എന്ത് ചെയ്തു, ഈക്വലി 2 പാർട്ടാക്കി. 2 പാർട്ട് മീൻസ് റോ വൈസിൽ 2 പാർട്ടാക്കി, അല്ലെങ്കിൽ 2 റോസ് ആക്കി. ഈ 2 റോസിന് എന്ത് ചെയ്തു, ഈക്വൽ പാർട്സ് ആക്കിയിട്ട് എന്ത് ചെയ്തു, 2 കോളംസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ അത്തരത്തിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ div ആണ് എലമെന്റ്സ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ടാഗ്സ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനുള്ളിൽ ഒരു ബോക്സസ് ക്രിയേറ്റ് ചെയ്യണ്ടേ അല്ലേ? ആ ബോക്സസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് ബോക്സ് കൊടുക്കണം എന്ന് കരുതാം. വൈറ്റ് ബോക്സ് കൊടുക്കാം അല്ലെ? വൈറ്റ് ബോക്സ് എങ്ങനെ കൊടുക്കാം, ഇതിൻ്റെ ഉള്ളിൽ ഒരു ബോക്സ് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം,
ഈ ഡിവിനുള്ളിൽ ഒരു ഡിവ് കൂടി ക്രിയേറ്റ് ചെയ്യല്ലേ വേണ്ടത്? ചെയ്യല്ലേ? അപ്പൊ കോളം 1 ആണല്ലോ ഈ പറഞ്ഞ സാധനം. ഇത് കോളം 2, ഇത് കോളം 3, ഇത് കോളം 4. ഓക്കെ, അപ്പൊ കോളം 1ന്റെ ഉള്ളിൽ ഒരു ഡിവ് വരണം, ഒരു വൈറ്റ് ഡിവ് വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിനുള്ളിൽ കോളം 1 എന്ന് പറഞ്ഞിട്ടുള്ള ഡിവിനുള്ളിൽ കയറിയിട്ട് എന്ത് ചെയ്യാം? ഒരു ഡിവ് കൂടി ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിനെന്ത് ചെയ്യാം? ഒരു ക്ലാസ് കൊടുക്കുക. എന്താണ്? ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് കൊടുക്കുക. സ്റ്റൈലിൽ വന്ന് നോക്കാം. സ്റ്റൈലിൽ വന്നിട്ട് ബോക്സ് ക്ലാസ് ഡിഫൈൻ ചെയ്യല്ലേ? ബോക്സ് ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നു. ബോക്സ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വിഡ്ത്തും ഹൈറ്റും കൊടുക്കണ്ടേ? വിഡ്ത്തും ഹൈറ്റും കൊടുക്കാൻ ഞാൻ എന്താ ഇല്ല, ഡിവ് വ്യൂ ആവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വിഡ്ത്ത് ഒരു എത്ര കൊടുക്കാം? ഇത് ഞാൻ പറയുന്നത് എന്താണ്? പെർസെൻറ്റേജ് വൈസ് തന്നെ കൊടുക്കുക. കാരണം എന്താണ്? റെസ്പോൺസീവ്നെസ്സിനെ ബാധിക്കാണ്ടിരിക്കാനാണ്. പെർസെൻറ്റേജ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പൊ എത്ര കൊടുക്കാം? കോളം 1 50% ആണെങ്കിൽ അതിൻ്റെ ഒരു 50% ആക്കിയിട്ട് എന്ത് ചെയ്യാം? വിഡ്ത്ത് കൊടുക്കാം. ഹൈറ്റ് ആണെങ്കിൽ അതും ഒരു 50% ആക്കിയിട്ട് കൊടുക്കാം. പിന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് കളർ അല്ലേ? ബാക്ക്ഗ്രൗണ്ട് കളർ എത്ര കൊടുത്താൽ മതി? ഒരു കളർ എന്തെങ്കിലും ലൈറ്റ് കളേഴ്സ് എന്തെങ്കിലും. കണ്ടോ? സംഭവം വ്യൂ ആയിട്ടുണ്ട് അല്ലേ? പക്ഷെ അതെന്താ വന്നിട്ടില്ല? ആ കോർണറിലാണ് അല്ലേ? ഇവിടെ ഇതിന് ഏറ്റവും കോർണറിൽ ലെഫ്റ്റ് ടോപ്പ് കോർണറിലായിട്ടാണ് എന്തുള്ളത്? വ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് അതിനെന്ത് ചെയ്യണം? സെൻട്രലിലോട്ട് മാറ്റണ്ടേ? സെൻട്രലിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? മാർജിൻ ഓട്ടോ വിളിക്കാം. എന്താണ്? മാർജിൻ ഓട്ടോ വിളിക്കാം. ഏതിന്? ബോക്സ് എലമെന്റിന്. മാർജിൻ ഓട്ടോ വിളിച്ചപ്പോൾ എന്ത് ചെയ്തു? വിഡ്ത്ത് വൈസിൽ സെന്റർ ആയി. പക്ഷെ നമുക്ക് ഹൈറ്റ് വൈസിലും സെന്റർ ആവണ്ടേ? ഹൈറ്റ് വൈസിൽ സെന്റർ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കോളം 1ന്റെ ഉള്ളിലാണല്ലോ ആ എലമെന്റ് ഉള്ളത്. അപ്പൊ അതിനെന്ത് ചെയ്യാം? അതിന്റെ പേരന്റ് എലമെന്റിന്, അതായത് ബോക്സിന്റെ പേരന്റ് എലമെന്റ്സിന് എന്ത് വിളിക്കാം? ഡിസ്പ്ലേ ഫ്ലക്സ് വിളിക്കാം. അപ്പൊ എന്ത് ചെയ്തു? കറക്റ്റ് സെന്ററിൽ വന്നില്ലേ? ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. അപ്പോൾ എന്താണ് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു എലമെന്റിന്റെ അല്ലെങ്കിൽ ഒരു കോളത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്തു? പുതിയൊരു ഡിവ് ക്രിയേറ്റ് ചെയ്ത് അതിനൊരു വിഡ്ത്തും ഹൈറ്റും എന്ത് പെർസെൻറ്റേജ് വൈസിൽ കൊടുത്തു, റെസ്പോൺസീവ്നെസ്സിനെ ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് എന്ത് ചെയ്തു? അത് ഡിസ്പ്ലേ ആയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കോർണറിലായിരുന്നു. ആ കോർണർ നമ്മൾ എന്ത് ചെയ്തു? സെൻട്രലിലോട്ട് കൊണ്ടുവന്നു. സെൻട്രലിലോട്ട് കൊണ്ടുവരാൻ മാർജിൻ ഓട്ടോ, ബോക്സിന് മാർജിൻ ഓട്ടോ വിളിച്ചപ്പോൾ എന്ത് ചെയ്തു? അത് വിഡ്ത്ത് വൈസിൽ അതിന്റെ സെൻട്രലായി. പിന്നെ അതിന് ഹൈറ്റ് വൈസിൽ സെൻട്രൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അതിന്റെ പേരന്റ് എലമെന്റ്, അത് പേരന്റ് എലമെന്റ് ഏതാ? കോളം 1. ആ കോളം 1 നമ്മൾ എന്ത് ചെയ്തു? ഡിസ്പ്ലേ ഫ്ലക്സ് വിളിച്ചു. അപ്പൊ എന്ത് ചെയ്തു? അത് ടോട്ടലി സെൻറ്റേർഡ് ആയി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോളം 1 ബോക്സും കൊടുത്തു അല്ലേ? അടുത്തത് ക്രിയേറ്റ് ചെയ്യല്ലേ? ഇതിനുള്ളിൽ അടുത്ത ബോക്സും കൂടി വേണ്ടേ? രണ്ടാമത്തെ കോളത്തിന്റെ ഉള്ളിൽ നമുക്ക് ബോക്സ് വേണ്ടേ? അത് കൊടുക്കാം. നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ജസ്റ്റ് ആ ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ട് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെയിം ക്ലാസ്സിനെ ഇവിടെ വിളിച്ചാൽ പോരെ അല്ലേ? വിളിച്ചു നോക്കി, അവിടെ ക്രിയേറ്റ് ആയി. പക്ഷെ എന്താണ്? ഇത് ഇവിടെ സെൻട്രലായിട്ട് വന്നു. എന്തുകൊണ്ട്? ഈ ബോക്സിന് നമുക്ക് മാർജിൻ ഓട്ടോ വിളിച്ചുകൊണ്ട് ഇത് സെൻട്രലായിട്ട് വന്നു. പക്ഷെ ഇത് എന്തായില്ല? ഹൈറ്റ് വൈസിൽ സെൻട്രൽ വന്നോ? വന്നില്ല. വരാത്തിന് കാരണം എന്താ വെച്ചാൽ കോളം 2 നമ്മൾ ഡിസ്പ്ലേ ഫ്ലക്സ് പ്രോപ്പർട്ടി വിളിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഇതിനെ വിളിച്ചിട്ടുള്ളൂ, കോളം 1 മാത്രമേ വിളിച്ചിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്തു? ഡിസ്പ്ലേ ഫ്ലക്സ് കോളം 2 വിളിച്ചു. അപ്പൊ എന്ത് ചെയ്തു? സെൻട്രലിലോട്ട് വന്ന അല്ലേ? അപ്പൊ അതുപോലെ എന്ത് ചെയ്യാം? സെയിം രണ്ടെണ്ണത്തിന് ചെയ്യുക, ബാക്കിയുള്ള രണ്ടെണ്ണത്തിന് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് കോളം 3-നുള്ളിൽ വന്നിട്ട് അടുത്ത ഡിവ് ക്രിയേറ്റ് ചെയ്തു. ആ ഡിവിനുള്ളിൽ ക്ലാസ് കൊടുത്തു, ബോക്സ് ക്ലാസ് കൊടുത്തു. ഇതിനുള്ളിൽ വന്നിട്ട് ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തു, ക്ലാസ് ബോക്സ് കൊടുത്തു. എന്ത് ചെയ്തു? ടോപ്പിലാണ് വന്ന് എടുക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? അതിനെ താഴോട്ട് കൊണ്ടുവരണം. കോളം 3 നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്പ്ലേ ഫ്ലക്സ് വിളിച്ചു. കോളം 4 ഡിസ്പ്ലേ ഫ്ലക്സ് വിളിച്ചു. കണ്ടോ? ഇത്രയേ ഉള്ളൂ പണി. എന്തിന്? ഒരു ബോഡി പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്തു? 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചു. ആ ഡിവൈഡ് ചെയ്തതിൽ ഏറ്റവും ഓരോ എലമെന്റ്സിനെ ഓരോ ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബോക്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഓരോ സെക്ഷന്റെയും അല്ലെങ്കിൽ 4 ഈക്വൽ പാർട്സിന്റെ ഉള്ളിൽ ഒത്ത സെൻട്രൽ ആക്കിയിട്ട് കൊണ്ട് പ്ലേസ് ചെയ്തു. ഓക്കെ,
അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, div പ്ലേസ്മെന്റ്സ് അല്ലെങ്കിൽ ലേഔട്ട്സ് സെറ്റ് ചെയ്യാം. അപ്പൊ അതെങ്ങനെയാണെന്നുള്ള മനസ്സിലായില്ലേ? ഒരു വലിയൊരു പ്രോജക്റ്റ് കിട്ടുന്ന സമയത്ത് എന്താണ് അതിന് ചെറിയ ചെറിയ പ്രോബ്ലംസ് ആക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും കട്ട് ഓഫ് ചെയ്യണം. അതിൽ ഏറ്റവും ബേസിക് ഞാൻ പറഞ്ഞ എന്താണ്, ബോഡി എലമെന്റ് ആണ് നമുക്ക് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. ഈ ബോഡി എലമെന്റ് നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ഒരു ഫുൾ പേജ് നമുക്ക് എന്ത് ചെയ്യണം, 4 ഈക്വൽ സെക്ഷൻസ് ആക്കണം. 4 ഈക്വൽ സെക്ഷൻസ് ആക്കാൻ ഞാൻ എന്താ ചെയ്തത്, റോ വൈസിൽ എത്ര റോസ് ഉണ്ട് നോക്കി. എത്ര റോസ് ഉണ്ട്? 2 റോസ് ആണ് ഉള്ളത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തു, 2 റോസ് മാത്രം ക്രിയേറ്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, ഈ ഓരോ റോസിന് ഫസ്റ്റത്തെ റോനെ ഞാൻ എന്ത് ചെയ്തു, രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു, അല്ലെങ്കിൽ 2 കോളംസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? ആ 2 കോളംസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, മുകളിലത്തെ ഭാഗം എന്ത് ചെയ്തു, ഫസ്റ്റ് റോ എന്ത് ചെയ്തു, ക്ലിയർ ആയി. ദെൻ സെക്കൻഡ് റോയിലോട്ട് വന്നിട്ട് എന്ത് ചെയ്തു, സെക്കൻഡ് റോ അതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, ഒരു ചൈൽഡ് ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ചെറിയ ബോക്സ് തന്നെ ക്ലാസ്സും കൊടുത്തിട്ട് അതിന് സെൻട്രലാക്കി. മനസ്സിലായോ? വേറെ നമ്മൾ അഡീഷണൽ ആയിട്ട് പ്രത്യേകിച്ച് കൂടുതലായിട്ട് CSS പ്രോപ്പർട്ടീസോ കാര്യങ്ങളോ അല്ലെങ്കിൽ പുതിയ ന്യൂ എലമെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇതിൽ പരിചയപ്പെട്ടിട്ടില്ല, ഒന്നും യൂസ് ആക്കിയിട്ടില്ല. ഡയറക്റ്റ്ലി നമ്മൾ യൂസ് ആക്കിയത് എന്തേ ഉള്ളൂ, ഡിസ്പ്ലേ, ഫ്ലെക്സ്, മാർജിൻ, ഓട്ടോ, പിന്നെ ഡിവ്. ഈ 3 കോമ്പണൻസ് മാത്രമാണ് നമ്മൾ കാര്യമായിട്ട് യൂസ് ചെയ്തത്. കോമ്പണൻസും പ്രോപ്പർട്ടീസും അത് മാത്രമാണ് കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇതും നമ്മൾ പഠിച്ചതാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത സംഭവങ്ങൾ തന്നെയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെഷനും കൂടി സെറ്റ് ആക്കിയത്. ഓക്കെ, ക്ലാസ് നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ feel free to contact. Okay, thank you.